കൂട്ടുകാരെ, ഞായറാഴ്ച പ്രമാണിച്ച് കുറച്ച് ഇറച്ചി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മണ്ണുത്തിയിൽ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാവേ. ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച കടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ ഇറച്ചി മേടിക്കാൻ വന്നത്. പക്ഷേ വന്നപ്പോൾ അവിടെ തുറന്നിട്ടില്ല. 10 മണി കഴിയും വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. അത്രയും നേരം ഇനി അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അടുത്ത് നമുക്കിനി പട്ടിക്കാട് പോവാം കേട്ടോ. അവിടെ ഇറച്ചി കിട്ടും. അങ്ങനെതാ നമ്മൾ ഇറച്ചി കടയിലെത്തി. അവിടെ ബീഫും പോർക്ക് ചിക്കന് തറവ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ 1 കിലോ പോർക്ക് മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചു കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ ഒരു ശകലം പച്ചക്കറി മേടിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വരാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചൊരു റൈസും ഉണ്ടാക്കി ഈ പോർക്ക് കറിയാക്കാം കേട്ടോ. അങ്ങനെ വന്ന പാടെ ബസ്മതി റൈസ് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടു കേട്ടോ. കഴുകി വെള്ളം ഊറ്റി കുതിരാൻ വെച്ചു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. 2 മുട്ട പൊഴിഞ്ഞത്, കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മുട്ടയും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഞാൻ നമ്മുടെ ഇറച്ചി നുറുക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നുറുക്കാനുള്ള പരിപാടിക്കൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ എന്താണ് ഒരു പീസും കൂടെ എടുത്താണ് കേട്ടോ. കറക്റ്റ് 1 കിലോ ആയിരുന്നു. നമുക്കത് ധാരാളമാണ് കേട്ടോ. അധികം നെയ്യൊന്നുമില്ല. നമ്മൾ ഇറച്ചി ഇവിടെ പീസാക്കി. നെയ് കഷ്ണമൊക്കെ വേറെ സെപ്പറേറ്റാണ് കേട്ടോ പീസാക്കി എടുത്തത്. ഉരുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ അധികം ഉരുക്കാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉരുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ പോർക്കിറച്ചി എല്ലാം കൂടെ നുറുക്കി പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. അങ്ങനെ വെള്ളത്തിൽ ഒരു 3-4 വട്ടം കഴുകി അതിൻ്റെ വെള്ളം തെളിയുന്ന വരെ കഴുകി കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കി അതെടുത്തുകൊണ്ട് ഇവിടെ വെച്ചു കേട്ടോ. ഇനി നമുക്കതിനേക്കുള്ള മുളക്, സവാള, ഇഞ്ചി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ ചെറിയ പണിയുണ്ട്. ആദ്യം ശകലം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്, ഇത്ര എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഇറച്ചിയിലൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ ഇറച്ചി ഒന്ന് വേകാൻ വേണ്ടി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അങ്ങനെ നമുക്ക് വിറകടുപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ വിറകടുപ്പിലേക്ക് ഇറച്ചി നമ്മൾ മസാലയൊക്കെ തിരുമ്മി ഇറച്ചി അതിലേക്ക് വെച്ചു. പിന്നെ 2 കറുവാപ്പട്ടയും 1-2 ബേ ലീവ്സും കുറച്ച് പെരുംജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. മൂടി വെച്ചിട്ട് അതവിടെ നിന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ബീൻസും ആണേ. അത് നമുക്കൊന്ന് അരിഞ്ഞ് പെറുക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് അരിയാൻ തുടങ്ങുക. കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ബീൻസൊക്കെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം TV വെച്ച് കഴിഞ്ഞപ്പോൾ TVയുടെ സിഗ്നൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ആ സിഗ്നൽ പ്രശ്നം എന്താണെന്നൊക്കെ കുറച്ച് നേരമൊക്കെ അതിൽ കിടന്ന് പടന്നൊക്കെ നോക്കി. നോ രക്ഷ, സിഗ്നൽ കിട്ടുന്നില്ല. അപ്പം നിർത്തി വെച്ചിട്ട് ബീൻസ് അരിയാൻ തുടങ്ങുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ക്യാരറ്റായിരുന്നു. പിന്നെ നമുക്ക് ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാരറ്റൊക്കെ അരിയുമ്പം അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കടിക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ആ കലാപരിപാടി ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പം ക്യാരറ്റും ബീൻസും ഒക്കെ കുനുകുനാന്ന് നീളത്തിൽ അരിഞ്ഞെടുത്ത് കേട്ടോ. ഒരു പീസ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അമ്മനെ കഴിച്ച് അതൊക്കെ റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഇറച്ചി വെന്തു. പിന്നെ അതിൻ്റെ വെള്ളവും ഇറച്ചിയും സെപ്പറേറ്റ് മാറ്റി വെച്ച് കേട്ടോ. നമ്മൾ ഉള്ളി, ഇഞ്ചി, സവാള, പച്ചമുളകൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി നമ്മൾ ആ ചട്ടി ഒന്നുകൂടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയ്ക്ക് ഒഴിച്ച് കടുക് വറുത്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സകലമാന അൽക്കുലത്തുകളും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതെല്ലാം നല്ലോണം വഴറ്റിയെടുക്കണേ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി, ബീഫ് ഇട്ടാൽ ബീഫ് ബിരിയാണി, പോർക്കിട്ടാൽ നമുക്ക് പോർക്ക് ബിരിയാണി ആക്കാം. ഇരിക്കട്ടെ. അങ്ങനെ സവാളയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലോണം വഴറ്റി പിടിച്ചെടുത്ത് കേട്ടോ. പക്ഷേ ഇതിന് മുന്നേ ചെറിയ വേറെ പണിയുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടികളെല്ലാം ഒന്ന് സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എന്തൊക്കെ ഇട്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ.
ചോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്തിരി കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല എല്ലാം കൂടെ സെപ്പറേറ്റ് വേറെ മൂപ്പിച്ചിട്ട് നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച സവാളയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം പൊടി പെട്ടെന്ന് നമ്മൾ മൂപ്പിച്ചതല്ലോ, അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഇറച്ചിയുടെ വെള്ളം ഊറ്റി മാറ്റി വെച്ചായിരുന്നല്ലോ, അതുകൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഗ്രേവി ആക്കി എടുത്ത് കേട്ടോ. അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ചാറൊക്കെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനും നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള ചാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പം എനിക്ക് ഒരു ഇച്ചിരി കൂടി ചാറ് വെക്കാമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ചാറും കൂടി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. നമ്മുടെ പോർക്ക് ഇറച്ചിക്കറി ഇതാ അടുപ്പത്തിരുന്ന്, അതും വിറകടുപ്പിൽ ഞാൻ എടുത്തു പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഗ്യാസില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ കറി റെഡി ആയപ്പോൾ ഇതാ നമുക്ക് റൈസിനുള്ള ചോറ് വേവിക്കണമല്ലോ. അപ്പം അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു. ഇതുപോലത്തെ ചെറിയൊരു മസാല പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇതിൽ നിന്നുള്ള സകലമാന ആവശ്യമുള്ള എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. ആദ്യം കൈ കിട്ടിയത് ഈ ഇലയാണ് കേട്ടോ. അപ്പം അത് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കറുവാപ്പട്ട, പെരുംജീരകം, അതിനകത്ത് കുറേ തക്കോലം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് പൊട്ടിച്ച് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. പെരുംജീരകവും എല്ലാം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. തീ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പെന്ന് വെച്ചാൽ ആ വെള്ളത്തിന് കുറച്ച് മേലെ നിൽക്കണം ഉപ്പിൻ്റെ കണക്ക്. പിന്നെ നമ്മൾ നാരങ്ങ മേടിക്കാൻ മറന്നുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ മേടിക്കാൻ മറന്നുപോയി. അങ്ങനെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂടി വെച്ചു. അതിനിടയ്ക്ക് പോയിട്ട് ഞാൻ 1-2 നുറുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അരിമുറുക്കാണ്, അത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം മുട്ട പുഴുങ്ങിയത് അരിമുറുക്കും ആണ് കേട്ടോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പം വെള്ളം തിളച്ചപ്പോൾ നമ്മളതിലേക്ക് അരി കഴുകിയിട്ടു കേട്ടോ. അരി കഴുകിയിട്ടാൽ പിന്നെ അത് പെട്ടെന്ന് വേകുമല്ലോ. അപ്പം അന്നേരത്തേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തു. കശുവണ്ടി മുന്തിരി വറുത്തെടുത്തു. കുരുവിന അരിഞ്ഞ സവാളയൊക്കെ നമ്മൾ വറുക്കാൻ വേണ്ടി മാറ്റിച്ചതാ. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി എണ്ണ നമ്മൾ പീച്ചെടുക്കും കേട്ടോ, എണ്ണ അധികം വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വറുത്ത കശുവണ്ടി മുന്തിരിയൊക്കെ അതിൻ്റെ മേലെ വെതറി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഒക്കെ അതിൻ്റെ മേലെ ഇങ്ങോട്ട് വെതറിയിടാം. നമ്മൾ സവോള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ റൈസിൻ്റെ അടുത്തേക്ക് ഇട്ട്. ഇതിനിടയ്ക്ക് നമ്മൾ റൈസ് വാങ്ങിയായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. റൈസൊക്കെ വെന്ത് നമ്മൾ വാങ്ങി ഇവിടെ സെറ്റാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. റൈസ് വെന്ത് കഴിഞ്ഞത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, സോറി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പരിപാടി. നമ്മൾ ആ ഇട്ട സാധനം എല്ലാം കൂടെ കൂട്ടിയിട്ടടിച്ചൊന്ന് മിക്സാക്കി വെക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ചങ്കത്തിക്ക് കൊടുക്കാനാണ്, എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ പാത്രത്തിലാക്കി, കറി ഒരു പാത്രത്തിലാക്കി. ഇത് അവൾക്ക് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാനതുകൊണ്ട് എൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. കാണുന്നതാണ് കേട്ടോ അവളുടെ വീട്. ഞാൻ എന്തുണ്ടാക്കിയാലും അവൾക്കും കൂടെ കൊടുക്കും കേട്ടോ. അങ്ങനെ അവൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ. തൊട്ടടുത്താണ് വീട്, കൊടുത്തേച്ചും വരാവേ. അങ്ങനെ അവൾക്ക് കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തു, റൈസ് എടുത്തു, കറി ശകലം സൈഡിൽ ഒഴിച്ചു കേട്ടോ. അപ്പം നമുക്കിതിനെ എന്ത് വിളിക്കാം, പോർക്ക് ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. അച്ചാറെടുക്കാൻ മറന്നുപോയായിരുന്നു, ഇന്നലെ വാങ്ങിയ അച്ചാറാണ് കേട്ടോ. ഇന്നലെ അത് വൈകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പീസ് എൻ്റെ കണ്ണിൻ്റെ മേലെ കൂടി അങ്ങോട്ട് തെറിച്ച് പോയായിരുന്നു ചാറിൻ്റെ ഇത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അച്ചാറെടുക്കുന്നത്. അപ്പം അച്ചാറും അതിൻ്റെ സൈഡിൽ ശകലമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ പറയാൻ വയ്യ, സൂപ്പർ. അതും പ്രത്യേകിച്ച് ഞായറാഴ്ച അവധി ദിവസമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ കാണാം, ബായ്.